ഹായ്, എല്ലാവർക്കും ഉണ്ടാക്കാസ് കിച്ചൺ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുതിരയും വാഴക്കുടപ്പനും വെച്ചിട്ട് ഒരു ഉപ്പേരി. മുതിരും വാഴക്കുടപ്പനും ഉപ്പേരിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ ഇതാണ് വാഴക്കുടപ്പൻ. ഞങ്ങളുടെ വീട്ടിൽ കേട്ടോ, തൊട്ടപ്പുറത്തെ വീട്ടിൽ. ഇതെന്താ പറയാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരിയാനുമ്പോൾ ആർക്കും അധികം വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. കാരണം കയ്യിൽ നല്ല പോലെ കറ പറ്റും. അപ്പോൾ എനിക്കും വലിയ ഇഷ്ടമുള്ള കാര്യമില്ല. കയ്യിൽ കറ പറ്റി കഴിഞ്ഞാൽ അത് കളയാനായിട്ട് ഒത്തിരി പാടാണ്. അപ്പം നമ്മൾ ഇത് കളയാനായിട്ട് കയ്യിൽ കറ വരാണ്ടിരിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് കയ്യിൽ ഇതുപോലെ കൊട്ടിങ്ങനെ തിരുമ്പാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി. ആ കല്ലുപ്പാണെങ്കിൽ നല്ല കാര്യമാണ്. കല്ലുപ്പാകുമ്പോൾ ഒരു മുരം കിട്ടണോ നമുക്ക്. തുറക്കാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് തുണ്ട് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ഇടാം. എന്നിട്ട് അതും നമ്മളെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ കൂട്ടി തിരുമ്പാം. അപ്പോൾ നമുക്ക് കയ്യിൽ വലിയ കറ പിടിക്കാത്ത രീതിയിൽ പോകും. പിന്നെ അത്യാവശ്യം വേണ്ടവർക്ക് കയ്യിൻ്റെ നഖമൊക്കെ നീട്ടി വളർത്തി ഭംഗിയാക്കണവർക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ആക്കാം. അപ്പോൾ കറ വരില്ല. അദ്ദേഹം നമ്മൾ കൈയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ തൊലി ഇങ്ങനെ കളയാം, കുഴപ്പമില്ല. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത അങ്ങനെ 2-3 തൊലി കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് നന്നാക്കി എടുക്കാം. ഇപ്പോൾ മഞ്ഞളും ഉപ്പും കൂടിയിട്ട് കലക്കി വെച്ച വെള്ളാട്ടാ. ഈ കുടപ്പിന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു കറി ഉണ്ടാവുന്നു. അപ്പോൾ അത് കറ പോകാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചേക്കുന്നതാ. നമുക്ക് ഇതൊരു ചിലത് എല്ലാവരും കൊത്തിയരിയും. ഞാൻ ഈ കൊത്തിയരി എനിക്ക് വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാൻ അതിങ്ങനെ പിളകയിൽ വെച്ചിട്ട് ചെറുതായിട്ട് അരിയാട്ടാ. അപ്പോൾ കുടപ്പൻ അരിഞ്ഞ് കഴിഞ്ഞതിന് മുന്നേ നമുക്കൊരു വശത്തോടെ മുതിരയും കൂടി വേവിക്കാം. അപ്പോൾ കുറച്ച് മുതിര എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് നമുക്കിത് മുതിര കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുതിര അതേ കുക്കറിൽ ഇട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 5-6 വിസിൽ കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. കുക്കറൊക്കെ അടച്ചു വെച്ചു. നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. ഒരു 6 വിസിൽ കേട്ടോ. 8 വിസിലൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്നിട്ട് മുതിര വെന്തോ നോക്കാം. കുക്കറൊക്കെ തുറന്നു. അപ്പോൾ അതേ കുക്കറിൻ്റെ മൂടിയിട്ടാ. മുതിരയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി. ഞാനൊരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെള്ളമൊക്കെ വെട്ടി ചൂടായിട്ടിരിക്കുന്നതാണ്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. പിന്നെ തൃശ്ശൂർക്കാരിലെ ഏത് കറിക്കും അല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടാ, നമ്മളിപ്പോൾ കൂർക്ക വെക്കായാലും കൊള്ളി വെക്കായാലും മറ്റോ എന്ത് വെക്കാനും ഉപ്പേരി എന്നാ പറയാ തൃശ്ശൂർക്കാർ. കാബേജ് മാത്രമാണ് കടുകിട്ട് പൊട്ടിക്കുമ്പോൾ തോരെന്ന് പറയുന്നത്. പക്ഷെ പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മളെപ്പോഴും കാബേജ് ഉപ്പേരി എന്ന് പറയാറ് അല്ലേ. അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടാ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിതേ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കല്ലുമ്മ ചതക്കുക. നമ്മൾ മിക്സിയിൽ ചതക്കരുത്, കല്ലുമ്മ ചതക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ ഉള്ളിക്ക് ചതച്ചിട്ടുള്ള ഉപ്പേരി കൂട്ടാൻ വെക്കുമ്പോൾ ചുവന്നുള്ളിയായിട്ട് കൂടുതൽ നമ്മൾ വെളുത്തുള്ളി ഇടാൻ നോക്കാം. അപ്പോഴാണ് ആ കറിക്കൊരു മണം ഉണ്ടാവുക. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഇതിൽ ഉപ്പ് പൊടിയാണ് ഞാൻ ചേർക്കണത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കാരണം മുതിരയിൽ നമ്മൾ ഉപ്പിട്ടിട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി കുറച്ചിട്ടിട്ട് നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു ഞാൻ എരിവിനടക്കാം ഒരു 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി മൂത്ത് വരണം. നമുക്ക് ഉള്ളി മുളകൊക്കെ നന്നായി മൂത്തുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച വാഴ കുടപ്പൻ ഇട്ട് കൊടുക്കാം. വാഴയുടെ കുടപ്പനൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നമ്മുടെ മറ്റേ മുളക് കുത്തിയതൊക്കെ കൂടിയിട്ട് കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. നമ്മുടെ കുടപ്പനൊക്കെ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ഈ നന്നായി കുറച്ചൊന്ന് വെച്ചേക്കുന്നത് അത് നമുക്ക് ഇളക്കി കൊടുക്കാം. അത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇനി മുതിരയാണ് ചേർത്ത് കൊടുക്കണം. മുതിര ഞാൻ നേരത്തെ വേവിച്ച് വെച്ചത് കാണിച്ചു തന്നിട്ടുണ്ടാവും. മുതിര ചേർത്ത് കൊടുക്കും. മുതിരക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അതേന ഇനി നമ്മുടെ വാഴയുടെ കുടപ്പനായിട്ട് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം.
പിന്നെ ഇതിനെ ചില സ്ഥലത്ത് വാഴയുടെ കുടപ്പം നല്ല കൂമ്പെന്നാ പറയാം. ഇവിടെ കുടപ്പെന്ന് പറയാം. ഞാൻ എപ്പോഴും പറയും വാഴയുടെ കുടപ്പാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു കൈപ്പിടി നാളികേരം കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളം തോരന വരക്കി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലൊട്ടും വെള്ളം പാടില്ല നമുക്ക് ഈ ഉപ്പേരിക്കറിക്ക്. അപ്പൊ അതേ നമ്മുടെ മുതിരയും വാഴയുടെ കുടപ്പനും ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടാ. അപ്പൊ എല്ലാവരും ഒക്കെ ഒന്ന് വെച്ച് നോക്കാം. നല്ലൊരു ഔഷധ ഗുണമുള്ളതാണ്, നല്ല ടേസ്റ്റാണ്. ഇത് തൃശ്ശൂർക്കാരാണ് അധികം ഈ മുതിരയും വാഴക്കുടപ്പനൊക്കെ വെച്ച് വെക്കുക. ഒക്കെ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാ. എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ. ഹായ്, എല്ലാവർക്കും ഉണ്ടാക്കാസ് കിച്ചൺ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുതിരയും വാഴക്കുടപ്പനും വെച്ചിട്ട് ഒരു ഉപ്പേരി. മുതിരും വാഴക്കുടപ്പനും ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇതാണ് വാഴക്കുടപ്പൻ. ഞങ്ങളുടെ വീട്ടിലല്ല കേട്ടോ, തൊട്ടപ്പുറത്തെ വീട്ടിലെത്തിയ. ഇതെന്താ പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അരിയാനുമ്പോൾ ആർക്കും അധികം വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. കാരണം കയ്യിൽ നല്ല പോലെ കറ പറ്റും. അപ്പോൾ എനിക്കും വലിയ ഇഷ്ടമുള്ള കാര്യമില്ല. കയ്യിൽ കറ പറ്റി കഴിഞ്ഞാൽ അത് കളയാനായിട്ട് ഒത്തിരി പാടാണ്. അപ്പം നമ്മൾ ഇത് കളയാനായിട്ട് കയ്യിൽ കറ വരാണ്ടിരിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് കയ്യിൽ ഇതുപോലെ കൊട്ടിങ്ങനെ തിരുമ്പാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി. ആ കല്ലുപ്പാണെങ്കിൽ നല്ല കാര്യമാണ്. കല്ലുപ്പാകുമ്പോൾ ഒരു മുരം കിട്ടണോ നമുക്ക്. തുറക്കാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് തുണ്ട് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ഇടാം. എന്നിട്ട് അതും നമ്മളെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ കൂട്ടി തിരുമ്പാം. അപ്പോൾ നമുക്ക് കയ്യിൽ വലിയ കറ പിടിക്കാത്ത രീതിയിൽ പോകും. പിന്നെ അത്യാവശ്യം വേണ്ടവർക്ക് കയ്യിൻ്റെ നഖമൊക്കെ നീട്ടി വളർത്തി ഭംഗിയാക്കണവർക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ആക്കാം. അപ്പോൾ കറ വരില്ല. അദ്ദേഹം നമ്മൾ കൈയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ തൊലി ഇങ്ങനെ കളയാം, കുഴപ്പമില്ല. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത അങ്ങനെ 2-3 തൊലി കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് നന്നാക്കി എടുക്കാം. ഇപ്പോൾ മഞ്ഞളും ഉപ്പും കൂടിയിട്ട് കലക്കി വെച്ച വെള്ളാട്ടാ. ഈ കുടപ്പിന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു കറി ഉണ്ടാവുന്നു. അപ്പോൾ അത് കറ പോകാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചേക്കുന്നതാ. നമുക്ക് ഇതൊരു ചിലത് എല്ലാവരും കൊത്തിയരിയും. ഞാൻ ഈ കൊത്തിയരി എനിക്ക് വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാൻ അതിങ്ങനെ വിളകയിൽ വെച്ചിട്ട് ചെറുതായിട്ട് അരിയാട്ടാ. അപ്പോൾ കുടപ്പൻ അരിഞ്ഞ് കഴിഞ്ഞതിന് മുന്നേ നമുക്കൊരു വശത്തോടെ മുതിരയും കൂടി വേവിക്കാം. അപ്പോൾ കുറച്ച് മുതിര എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് നമുക്കിത് മുതിര കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കേട്ടോ, മുതിര അതെ കുക്കറിലിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 5-6 വിസിൽ കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. കുക്കറൊക്കെ അടച്ചു വെച്ചു. നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. ഒരു 6 വിസിൽ കേട്ടോ. 8 വിസിലൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്നിട്ട് മുതിര വെന്തോ നോക്കാം. കുക്കറൊക്കെ തുറന്നു. അപ്പോൾ അതേ കുക്കറിൻ്റെ മൂടിയിട്ടാ. മുതിരയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി. ഞാനൊരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെള്ളമൊക്കെ വെട്ടി ചൂടായിട്ടിരിക്കുന്നതാണ്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. പിന്നെ തൃശ്ശൂർക്കാരിലെ ഏത് കറിക്കും അല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടാ, നമ്മളിപ്പോൾ കൂർക്ക വെക്കായാലും കൊള്ളി വെക്കായാലും മറ്റോ എന്ത് വെക്കാനും ഉപ്പേരി എന്നാ പറയാ തൃശ്ശൂർക്കാർ. കാബേജ് മാത്രമാണ് കടുകിട്ട് പൊട്ടിക്കുമ്പോൾ തോരെന്ന് പറയുന്നത്. പക്ഷെ പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മളെപ്പോഴും കാബേജ് ഉപ്പേരി എന്ന് പറയാറ് അല്ലേ. അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടാ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിതേ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കല്ലുമ്മ ചതക്കുക. നമ്മൾ മിക്സിയിൽ ചതക്കരുത്, കല്ലുമ്മ ചതക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ കിട്ടുകൊടുത്തുണ്ട്. ഇതുപോലെ ഉള്ളിക്ക് ചതച്ചിട്ടുള്ള ഉപ്പേരി കൂട്ടാൻ വെക്കുമ്പോൾ ചുവന്നുള്ളിയായിട്ട് കൂടുതൽ നമ്മൾ വെളുത്തുള്ളി ഇടാൻ നോക്കാം. അപ്പോഴാണ് ആ കറിക്കൊരു മണം ഉണ്ടാവുക. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഇതിൽ ഉപ്പ് പൊടിയാണ് ഞാൻ ചേർക്കണത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കാരണം മുതിരയിൽ നമ്മൾ ഉപ്പിട്ടിട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി കുറച്ചിട്ടിട്ട് നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു ഞാൻ എരിവിനടക്കം ഒരു 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്.
നന്നായി മൂത്ത് വരണം നമുക്ക്. ഉള്ളി മുളകൊക്കെ നന്നായി മൂത്തുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച വാഴര കുടപ്പൻ ഇട്ട് കൊടുക്കാം. വാഴര കുടപ്പനൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നമ്മുടെ മറ്റേ മുളക് കുത്തിയതൊക്കെ കൂടിയിട്ട് കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. നമ്മുടെ കുടപ്പനൊക്കെ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ഈ നന്നായി കുറച്ചൊന്ന് വെച്ചേക്കുന്നത് അത് നമുക്ക് ഇളക്കി കൊടുക്കാം. അത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇനി മുതിരയാണ് ചേർത്ത് കൊടുക്കണം. മുതിര ഞാൻ നേരത്തെ വേവിച്ച് വെച്ചത് കാണിച്ചു തന്നിട്ടുണ്ടാവും. മുതിര ചേർത്ത് കൊടുക്കും. മുതിരക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അതേനാ ഇനി നമ്മുടെ വാഴര കുടപ്പനായിട്ട് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. പിന്നെ ഇതിനെ ചില സ്ഥലത്ത് വാഴര കുടപ്പെന്നല്ല കൂമ്പെന്നാ പറയാം. ഇവിടെ കുടപ്പെന്ന് പറയാം. ഞാൻ എപ്പോഴും പറയും വാഴര കുടപ്പൻ. നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു കൈപ്പിടി നാളികേരം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം തോരന വരക്കി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലൊട്ടും വെള്ളം പാടില്ല നമുക്ക് ഈ ഉപ്പേരിക്കറിക്ക്. അപ്പൊ അതേ നമ്മുടെ മുതിരയും വാഴര കുടപ്പനും ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടാ. അപ്പൊ എല്ലാവരും ഒക്കെ ഒന്ന് വെച്ച് നോക്കാം. നല്ലൊരു ഔഷധ ഗുണമുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. ഇത് തൃശ്ശൂർക്കാരാണ് അധികം ഈ മുതിരയും വാഴക്കുടപ്പനൊക്കെ വെക്കുക. ഒക്കെ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാ. എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ. ഞാനേ ഒരു 2 കറിവേപ്പിലും കൂടി സ്വല്പം ഒരു ടേസ്റ്റിന് ഒന്നും കൂടി തുണ്ട് നാളികേരം കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ.